സൗരയൂഥത്തിലെ അയണിനും പരിസ്ഥിതിക്കും മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മാഗ്നറ്റിക് മാട്രസിൽ ഉറങ്ങുകയാണെങ്കിൽ നോർത്ത് പോൾ, സൗത്ത് പോൾ ഇങ്ങനെ ഫ്രീക്വൻസി സൃഷ്ടിക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ അയണിനെ വളരെയധികം ആകർഷിക്കുന്നു. അങ്ങനെ പുൾ ആൻഡ് പുഷ് പ്രക്രിയ സംഭവിക്കുന്നു. അങ്ങനെ മാഗ്നറ്റ് അയണിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ ഒരു വലിയ വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ഓക്സിജൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തുമെന്ന് ശാസ്ത്രം പറയുന്നു. അതും വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഇത് വെള്ളമാണ്. ഈ ബോട്ടിലിൽ 70% വെള്ളവും 30% ഓക്സിജനുമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി വിശദീകരിക്കാം. ഇതൊരു ഇഞ്ചക്ഷനാണ്. ഇതിന്റെ മുൻഭാഗം നിങ്ങൾ ഒരു മാഗ്നറ്റായി കണക്കാക്കുക. ഈ ബ്ലാക്ക് ഏരിയ നോക്കൂ, ഇത് അയണായി കണക്കാക്കാം. മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? ഇത് ഇരുമ്പിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിന്റെ ഫലമായി നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒരു വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ ഒരു ഒഴിഞ്ഞ ഇടം. നിങ്ങളുടെ ഇടതും വലതും ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ ഉണ്ട്. അതിനുള്ളിൽ നാച്ചുറൽ ഓക്സിജൻ സിലിണ്ടറുകളുമുണ്ട്. നാം ശ്വസിക്കുന്ന ഓക്സിജൻ ഇടതും വലതും ശ്വാസകോശങ്ങളിൽ സംഭരിക്കപ്പെടും. എന്നാൽ വാക്വം നിങ്ങളുടെ ഇടതുഭാഗത്ത് സംഭരിച്ചിരിക്കുന്ന ഓക്സിജൻ സൃഷ്ടിക്കുന്ന നിമിഷം നേരിയ ശ്വാസകോശം രക്തക്കുഴലുകളിൽ സ്വയം പടരാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടാൻ തുടങ്ങുന്നു. അതോടൊപ്പം ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവും കൂടുന്നു. അതുവഴി നമ്മുടെ രക്തകോശങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ബോഡിയും ഹെൽത്തി.